നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മഴ വരണോ, മുഹൂർത്തം തുടങ്ങി. ഇന്ന് 12:30-ക്ക് ശേഷം വൈകുന്നേരം വരെ നല്ല സമയം തന്നെയാ. എങ്കിലും മഴ ചതിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടേ. അതുകൊണ്ട് ചടങ്ങ് അങ്ങ് നടത്തിക്കളയാം. കാറ്റിന്റെ വേഗത മനസ്സിലാക്കി ആ വയസ്സൻ പോറ്റി ഉറക്കെ പറയുമ്പോൾ നിലയും ശ്രീയും കാവ്യ ഒഴികെയുള്ളവർ തയ്യാറെടുത്ത് നിന്നു. നീലാംബരിക്ക് വല്ലാത്ത വിഷമം തോന്നി. നടക്കാൻ പോകുന്ന വിവാഹമൊന്നുമല്ല, എങ്കിലും ഈ ചടങ്ങുകൾ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ നാഴികക്കല്ല് തന്നെയാണ്. ഇഷ്ടമല്ലാത്ത ഒരുവന്റെ നേർക്ക് മോതിരവിരൽ നീട്ടിക്കൊടുക്കേണ്ട അവസ്ഥയോർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിച്ചില്ല. ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത അച്ഛന്റെ സ്നേഹം, ആ വികാരം അവളുടെ നെഞ്ചിൽ വീണ്ടും ഇടിച്ചു കയറി. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ജീവിതം ഒരിക്കലും ഇതുപോലെ നിസ്സഹായാവസ്ഥയിൽ എത്തി നിൽക്കില്ലായിരുന്നു. മുകുന്ദൻ ഗൗരവത്തോടെ അരയിലെ മഞ്ഞച്ചരടിൽ പിടിമുറുക്കി. അവന്റെ ശരീരവും മനസ്സും ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തു. തട്ടത്തിന് പൂജിച്ച 2 മോതിരവുമായി ആ പൂജാരി മുകുന്ദന്റെയും നിലയുടെയും മധ്യഭാഗത്ത് ഒരു വശത്തായി നിന്നു. ബാക്കിയുള്ളവർ അടുത്ത് തന്നെ ചുറ്റും കൂടി നിന്നു. അരയിൽ തിരികെ താലിയിൽ മുകുന്ദനൊന്ന് തൊട്ടതേയുള്ളൂ. ചീറിപ്പാഞ്ഞുകൊണ്ട് 2 ബൊലേറോ കാറുകൾ വന്ന് വട്ടം കറങ്ങി തിരികെ പോകാൻ പാത്തിന് പിന്തിരിഞ്ഞ് പാർക്ക് ചെയ്തു. അതിൽ നിന്നും കാവ്യ വസ്ത്രം ധരിച്ച കുടവയറന്മാർ 4-5 പേർ ചാടിയിറങ്ങി. ആർക്കോ വേണ്ടി ഇരുവശത്തേക്കും ഒഴിഞ്ഞ് പാത തീർത്ത് നിന്നു അവർ. 2ാമത്തെ ബൊലേറോ കാറിൽ നിന്നും കാവ്യ വസ്ത്രധാരിയായ ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി. കഴുത്തിലായി വലിയ രുദ്രാക്ഷങ്ങൾ ഒന്നിലധികം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. തലയിൽ മുടിമറയുന്ന രീതിയിൽ കാവി തോർത്തുകൊണ്ട് കെട്ടിയിരിക്കുന്നു. കാവി ജുബയും കാവി മുണ്ടുമാണ് വേഷം. കൂളിംഗ് ഗ്ലാസ് വെച്ച ഇരുനിറത്തിലുള്ള 40 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരുവൻ. ഇതേതാടി ബോൽബുലയിൽ അക്ഷയ്മാരുടെ കോസ്റ്റ്യൂം ഇട്ടവൻ നിന്റെ ബന്ധുവാണോ? കാവി നിലയോട് പതിയെ ചോദിച്ചു. പക്ഷെ നീലാംബരി നിന്ന് വിറച്ചു. കാരണം ആ സ്ലോ മോഷനിൽ ആടി വരുന്നവനെ അവൾക്കറിയില്ല. പക്ഷെ പുറകെ വരുന്ന കാട്ടാളന്മാരെ അവർക്കറിയാം. അവൾക്ക് മാത്രമല്ല, തറവാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. വലിയ നമ്പൂരിയുടെ കാവൽ നായകൾ. ശശിധരനൊഴികെയുള്ളവരെല്ലാം ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി. ശ്രീ നിലയെ ഒന്ന് നോക്കി. അവളുടെ ചെന്നിയിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നതും ഭയത്താൽ നിലവിറക്കുന്നതും ശ്രീ ശ്രദ്ധിച്ചു. നില മോളെ, ഇതാണ് ആ വലിയ നമ്പൂരി. പക്ഷെ ഇയാൾക്ക് പ്രായം കുറവല്ലേ? ശ്രീ ചോദിക്കുമ്പോഴും ആളൊന്നും മിണ്ടിയില്ല. കാവ്യ പറഞ്ഞ ശ്രീക്ക് അന്ന് തറവാട്ടിൽ നടന്ന കുറെ കാര്യങ്ങൾ അറിയാം. വലിയ നമ്പൂതിരി എന്ന പേര് കേട്ട് കാവ്യൊന്ന് ഞെട്ടി. നിലയുടെ ജീവിതത്തിൽ അയാൾ അറിയാതൊന്നും നടക്കില്ലെന്ന് വിധി എഴുതിയ ആ ദുഷ്ടന്റെ ഓരോ വാക്കുകളും നില പറഞ്ഞ കാവ്യക്ക് അറിയാം. അവളൊന്ന് പകച്ചു. ആകെ ഭയം നിൽക്കുന്ന നിലയുടെ കൈകൾ മുറുകെ പിടിച്ചു ശ്രീ പാർവതി. അവളെ മറച്ചു പിടിച്ചുകൊണ്ട് മുന്നിലായി കയറി നിന്നു ശ്രീ. സ്ലോ മോഷനിൽ നടന്നു വന്ന് എല്ലാവരുടെയും മുമ്പിൽ പുറകിൽ കയ്യും കെട്ടി തലയെടുപ്പോടെ നിന്നു മേൽമംഗലം കാലികയൻ നമ്പൂതിരിപ്പാട്. അനിരുദ്ധൻ വലിയ നമ്പൂതിരിപ്പാടിന്റെ സ്വന്തം മകൻ കാലി എന്ന കൊച്ചു നമ്പൂതിരി. അടുത്ത തലമുറയുടെ വലിയ നമ്പൂതിരി എന്നറിയപ്പെടുന്നവൻ. വിശേഷണങ്ങൾ ഏറെയുണ്ട് കാലിക്ക്. ചെകുത്താന് ജനിച്ചവൻ. ചെറുപ്പം മുതൽ ക്രൂരമായ പൂജകൾ കണ്ടും കേട്ടും ചോരയുടെ മണം പിടിച്ചും ചാത്തിനെ ഉപാസിച്ചും വളർന്ന സൈക്കോ. പിടയുന്ന പെൺ ശരീരത്തെ അടിമപ്പെടുത്തുന്നതാണ് കാലിയുടെ ഇഷ്ടവിനോദം. നോട്ടവും സംസാരവുമെല്ലാം ചിരിച്ചുകൊണ്ടാണ്. ഒരുതരം ഭ്രാന്തമായ നീളൻ ചിരി. ഇരയാക്കപ്പെടുന്ന പെണ്ണിന്റെ കുതിരലും തൊഴിയുമെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടും. പക്ഷെ ആ ചിരിയോടെ തന്നെ ആ പെണ്ണിനെ പിച്ച് ചീന്തയും മുറിവേൽപ്പിക്കും പ്രാപിക്കും ഈ സൈക്കോ കാലി. കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് ശശിധരനെ നോക്കി നിന്നു കാലി കുറെ നേരം. അയാളുടെ മനസ്സ് പറയുന്നത് കാലി ശ്രദ്ധയോടെ കേട്ടു. അടുത്ത കാലിയുടെ നോട്ടം ഓരോരുത്തരായി നീണ്ടുപോയി. ആദ്യം ദത്തനിൽ, പിന്നെ മുകുന്ദനിൽ. മുകുന്ദന്റെ കണ്ണിലേക്ക് ഏറെ നേരം നോക്കിയ കാലി ഉടൻ അവന്റെ അരയിലേക്ക് ഒരു ചിരിയോടെ തുറിച്ചു നോക്കി. മുകുന്ദൻ ഒരു നിമിഷമൊന്ന് നടുങ്ങി. അടുത്ത കാലിയുടെ നോട്ടം പോയത് ശ്രീ പാർവതിയിലാണ്. ശ്രീയെ കാലി അടിമുടി നോക്കി. ശ്രീ ഒളിപ്പിച്ചു വെച്ച നീലാംബരിയെ കാലി കണ്ടില്ലെന്ന് വേണം പറയാൻ. ശ്രീയുടെ സൗന്ദര്യത്തിൽ ലയിച്ചുപോയ കാലിയുടെ കഴുകൻ കണ്ണുകൾ ആ അമ്മയുടെ ഉച്ച മുതൽ പാദം വരെ സഞ്ചരിച്ചു. ശ്രീ മുഖം വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീയുടെ കൈ പിടിപ്പിച്ചുകൊണ്ട് അവർക്കൊരു മറുതീർത്ത് മുന്നോട്ട് വന്ന നീലാംബരി. ഭദ്ര എന്ന അമ്മയെ ദത്തനെന്ന കഴുകന്റെ കണ്ണുകൾക്ക് പോലും വിട്ടുകൊടുക്കാത്ത ഒരു മകൾ ആ സമയം ഉണർന്നിരുന്നു അവൾ. തനിക്കായി ഓടി വന്ന ഒരു അമ്മയാണ് ശ്രീ. ഒരു പോറിൽ പോലും ഏൽക്കാൻ പാടില്ല. തന്റെ അമ്മയുടെ സ്ഥാനം നൽകിയ ശ്രീ പാർവതിയെ ആ ദുഷ്ടം നോക്കിയ നോട്ടം അവൾക്ക് സഹിച്ചില്ല. മുന്നിലേക്ക് കയറി നിന്ന് തന്നെ അവളെ പുറകിലേക്ക് ഒതുക്കി നിർത്തിയ നീലാംബരിയെ ശ്രീ ഒരു പകപ്പോടെ നോക്കി. ഒപ്പം ചുറ്റുമുള്ളവരും. നിലയുടെ കൈ പിടിച്ച് ഒപ്പം കൂടി കാവ്യയും. പെൺമക്കളുടെ കരുത്ത് അവരുടെ കരുതലാണെന്ന് മനസ്സിലാക്കിയ നിമിഷം ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ നീലാംബരി അറിയുന്നില്ലല്ലോ, തന്റെ അമ്മയോളം ദുർബലയായ മറ്റൊരമ്മ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന്. എന്നാൽ ഇതാദ്യമായി കാലിയുടെ ചുണ്ടിലെ ചിരിമാഞ്ഞു. കാലി മതിമറന്നങ്ങനെ നിന്നുപോയി. നീലാംബരി എന്ന അപ്സരസിന്റെ സൗന്ദര്യത്തിൽ കാലി അത്രമേൽ അടിമപ്പെട്ടുപോയി. തന്റെ അച്ഛന്റെ രീതിയിൽ ആരാവും? കൂട്ടത്തിൽ ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി ചമഞ്ഞു നിൽക്കുന്നവൾ ലാവണ്യാണ്. പക്ഷേ കണ്ണുകളിലൂടെ മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള കാലിക്ക് ഒറ്റ നോട്ടത്തിൽ നീലാംബരിയെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അച്ഛന്റെ ഭ്രാന്ത്, അതാണ് നീലാംബരി.
എന്നും അച്ഛന്റെ എച്ചിൽ തിന്നു വളർന്ന തനിക്ക് അച്ഛൻ തന്ന ജോലിയാണ് ഇവളെ പിടിച്ചു കെട്ടി കൊണ്ടുവരിക എന്നുള്ളത്. അച്ഛന് ഞാൻ ഇവളെ കാണിക്കയായി നൽകിയാൽ ചിലപ്പോൾ ഒരു പങ്ക് തനിക്കും കിട്ടാതിരിക്കില്ല. പക്ഷെ ഇവളുടെ കാര്യത്തിൽ അച്ഛന്റെ പങ്ക് താൻ പിന്നെ കൊടുക്കാം. ആദ്യം എനിക്ക് വേണം ഇവളെ. തനിക്ക് കിട്ടിയ കളിപ്പാട്ടമല്ലേ ഇവൾ. കാലി ആർത്തിയോടെ നിലക്ക് നേരെ കൈനീട്ടി. ഒരലർച്ച കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മുകുന്ദനാണ്. മുണ്ട് മടക്കി കുത്തി അവൻ മുന്നോട്ട് വന്നു. പക്ഷെ മുകുന്ദനെ തടഞ്ഞുകൊണ്ട് ശശിധരൻ അവിടേക്ക് പാഞ്ഞെടുത്തു. അല്ല, കൊച്ചമ്പൂരി എന്താ അവിടെ? തറവാട്ടിലെല്ലാവർക്കും സുഖാണോ? മുകുന്ദ, നിനക്കറിയില്ലേ, നമ്മുടെ വല്യമ്പുരിയുടെ മകനാ കാരകേൻ. കാലിയൊന്ന് ചിരിച്ചു. ശശിധരന് കേൾക്കാൻ പാകത്തിന് അവൻ മുരണ്ടു. അപ്പോഴും മുഖത്തെ ചിരിമാഞ്ഞില്ല. ഡോ കിഴവാ, താനല്ലോടോ പറഞ്ഞ് അധികാരം കാണില്ലെന്ന്. എന്നിട്ടെന്താ ഇത്രയും ആൾക്കൂട്ടം? എത്ര കൂട്ടം കൂടിയാലും കാലി വന്ന കാര്യം നടത്തിയിട്ടേ പോകത്തുള്ളൂ. കാലി പിന്നീട് അല്പം ഒച്ച കൂട്ടി. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ആ പെണ്ണിനെ ഇങ്ങ് പറഞ്ഞു വിട്ടേക്ക്. ശശിധരൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എല്ലാവരും തങ്ങളെ തന്നെ ഉറ്റുനോക്കിയാണ്. എന്താണ് ഒരു രഹസ്യമെന്ന പോലെ ശശിധരന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. അയ്യോ കൊച്ചുതമ്പൂരി, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാനാ? എന്റെ മോൻ മുകുന്ദനെ നിങ്ങളിപ്പോ കൊണ്ടുപോകാൻ വന്ന നീലാംബരിയുടെയും വിവാഹ നിശ്ചയായിരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങള്. അപ്പൊ എങ്ങനെയാ അവളെ ഇപ്പൊ നിങ്ങളുടെ കൂടെ പറഞ്ഞു വിടുന്നത്? ശശിധരന്റെ വാക്കിയിട്ട് എല്ലാവരും ഞെട്ടി. ദത്തന്റെ കണ്ണെന്ന് കുറുകി. തന്റെ അളിയന്റെ അധികമാരും കാണാത്ത ഈ ഭാവം പലതവണ താൻ കണ്ടിട്ടുള്ളതാണ്. തന്നെ കൂട്ടാതെ എന്തോ കച്ചവടം ഉറപ്പിച്ച മട്ടുണ്ട്. എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ, നോക്കാം. ദത്തൻ മനസ്സിലായി ഓർത്തു. നീലാംബരി ഭയത്താൽ നിന്ന് വിറച്ചുപോയി. കാവ്യ ആകെ ഭയന്നു. സിനിമയിലൊക്കെ മാത്രമേ ഇത്തരം സീനുകൾ അവൾ കണ്ടിട്ടുള്ളൂ. ഇപ്പതേ കൺമുമ്പിൽ നടക്കുന്നു. ഡോ ശശിധര, തന്റെ മകൻ ഇവിടെ വന്ന് എന്തിനാണെന്ന് എനിക്കറിയോ? ആ നിൽക്കുന്നവന്റെ അറിയില്ല, അതിനുള്ള ഉത്തരവുണ്ട്. പോയി തപ്പി നോക്കടോ ശശിധര. അതും പറഞ്ഞ് കാലി ഉച്ചത്തിൽ ചിരിച്ചു. മുകുന്ദനാകെ വിറഞ്ഞു കയറി. ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. പ്രതികരിച്ചില്ലെങ്കിൽ തന്നെ മാനം പോകും. അന്ന് തറവാട്ടിൽ പൂജ നടന്നതിൻ്റെ അന്ന് താൻ ഒളിഞ്ഞിരുന്നും പേടിച്ചു കുറച്ചൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ മതിയാവും. ഡാഗോപ്പേ, നീ ഏതാടാ? എന്റെ അറിയില്ല എന്താണെന്ന് നിനക്ക് കാണോടാ? മുകുന്ദൻ ഷർട്ട് ഉയർത്തി ചെരിവ് വെച്ച മുണ്ടിന്റെ തുമ്പ് നിവർത്തി ഒരു പൊതിയെടുത്ത് തുറന്നു. അതിൽ നിന്നൊരു നീളം മഞ്ഞ ചരട് പുറത്തേക്ക് എടുത്തു. അവൻ മുകളിലേക്ക് ഉയർത്തിയതും ആ ചരട് ചുറ്റി നിവർന്ന് താഴേക്ക് വീടങ്ങനെ ആടി. നോക്കുമ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയ സ്വർണ്ണത്താലി. മുകുന്ദൻ ഒരു വല്ലാത്ത ഭാവത്തിൽ നിലയെ നോക്കി. എല്ലാവരും ഒരുപോലെ പകച്ചുപോയി. നീലാംബരിക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. ശശിധരൻ മുകുന്ദനെ തുറിച്ചു നോക്കി. മുകുന്ദ, എന്താടാ ഇത്? ഇതെന്തിനാണ് ഇപ്പൊ നീ കൊണ്ടുവന്ന് പറയാൻ? ഒന്നടങ്ങ് തന്നേ. നിങ്ങളെന്താ വിചാരിച്ചേ? ഈ മുകുന്ദമർ ഉണ്ടാക്കനാണെന്നോ? എക്കാലം എന്നെ പറ്റിക്കാന്ന് കരുതി നിങ്ങള്? ഇനി അത് നടക്കില്ല. പൂജയും വേണ്ട, ഒരു കോപ്പും വേണ്ട, ഒരു ദോഷവും ഇല്ല, ആർക്കും ഒരു കുണവും വേണ്ട. എന്റെ എന്തേ ആ നിൽക്കുന്ന എന്റെ പെണ്ണിനെയും കല്യാണം നടക്കാൻ പോവാ. ഒന്നും പറയാതെ ചെയ്യാനിരുന്ന ഞാൻ അപ്പഴാ വരിഞ്ഞു കയറി വന്ന ഈ എന്റെ അരയിൽ തപ്പാൻ പറഞ്ഞ്. നീ ആരാടാ നാറി? മുകുന്ദൻ വായിത്തൊന്നങ്ങ് വിളിച്ചു പറഞ്ഞു. ആരുടെ ബലത്തിലാണെന്ന് ചോദിച്ചാൽ കത്തിയും കൊണ്ട് മറിഞ്ഞിരിക്കുന്ന കവല ചട്ടമ്മികളുടെ ബലത്തിൽ. ശശിധര ഇടം കണ്ടിട്ട് കാലിയെ നോക്കി. എല്ലാം കണ്ടെന്ന് ആസ്വദിക്കുകയാണ്. പക്ഷേ കൽപ്പന പാഞ്ഞു വന്നു. മോനെ മുകുന്ദ, നീ എന്താണ് ഈ പറയുന്നത്? ഈ നാശം പിടിച്ച ജാതകദോഷക്കാരി കെട്ടിയ നീ ചത്തു മലക്കുന്ന നാശമേ. ഈ പിഴച്ചിട്ട് അവള് തന്തേക്കൊന്ന് ജനിച്ചവളാ. നിന്നെ അവള് കൊല്ലും. നീലാംബരിക്ക് നേരെ വിളിച്ചുകൊണ്ടി കൽപ്പന പറയുമ്പോൾ ശ്രീയും കാവ്യയും നിലയും നോക്കി. അവളാകെ തറഞ്ഞു നിൽക്കുകയാണ്. ശ്രീയുടെയും കാവ്യയുടെയും മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അപമാനം ആ പെൺകുട്ടിയുടെ മുഖം കുനിപ്പിച്ചു. ശ്രീ നിലയുടെ തോളിലൂടെ കൈ ചുറ്റി അവരോട് ചേർത്ത് നിർത്തി. മുകുന്ദൻ കൽപ്പനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. തള്ളേ, ആ മൂലക്കെങ്ങാനും പോയി നിന്നോ? ഒറ്റ ചാവിടി ഞാൻ ആ കുഴിയിലെറി നിങ്ങളെ. ഒരു ജാതകദോഷം. മുകുന്ദൻ നീട്ടി തുപ്പി. ഡോ, സമയം പോകുന്നു. എനിക്ക് പോയിട്ട് ഒത്തിരി പണിയുള്ളതാ. ഇന്നിപ്പോ പണി കൂടും. അതുകൊണ്ട് ഞാനങ്ങ് പോവാ. അപ്പൊ നീലാംബരി, നീ മര്യാദക്ക് വന്നാൽ നിനക്ക് കൊള്ളാം. അല്ല, നിനക്ക് പിടിവലിയാണ് താല്പര്യമെങ്കിൽ അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാലി നോക്കിയതും പുറകിൽ നിന്ന് രണ്ട് മല്ലന്മാർ നീലാംബരിയുടെ അടുത്തേക്ക് നടന്നു. അവളാകെ ഭയന്ന് വിറച്ചു. ശ്രീ അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലടാ, ഒന്നുമില്ല, ആരും തൊടില്ല നിന്നെ. ഞാനില്ലേ, മോള് പേടിക്കണ്ട കേട്ടോ. ഇവിടെ ഇത്രയും പേരില്ലേ? എന്റെ കാർത്തി അവിടെ കിടപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അതിൽ ഓടിക്കയറാം. കാവ്യ, കയ്യിൽ ഫോണുണ്ടോ? ശ്രീ ചോദിക്കുമ്പോൾ കാവ്യ ഇല്ല എന്നർത്ഥത്തിലൊന്ന് തലയാട്ടി. കാറിൽ നിന്ന് ഫോൺ എടുക്കാവുന്ന നിമിഷത്തെ ഇരുവരും ശപിച്ചു പോയി. നിലയെ പുറകിലാക്കി ശ്രീ മുന്നിൽ കയറി നിന്നു. മുന്നിൽ നിന്ന് തടിയൻ സ്ത്രീയെ നോക്കി അലറി. സ്ത്രീകളുടെ നേർക്ക് കൈ ഉയർത്താൻ നിനക്കാരാടോ അധികാരം തന്ന്? നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. മര്യാദക്ക് തിരികെ പോയിക്കോ, ഇല്ലെങ്കിൽ. സ്ത്രീ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ആ കാട്ടാളന്മാർ വയറുകുലുക്കി ചിരിച്ചു. അയ്യോ, നീ ആരാടി? നിനക്ക് ഞങ്ങളെ എവിടുന്നാ വരുന്നറിയോ?
എന്റെ ഒരു കൈക്ക് തികച്ചില്ല നീ. ചുമ്മാ നിന്ന് ചലക്കാതെ അങ്ങോട്ട് മാറിക്കടി. ശ്രീയുടെ തോളിൽ പിടിച്ച് അയാൾ ശക്തമായും തള്ളി. ഒന്ന് മേച്ചു പോയെങ്കിലും ശ്രീ അയാളുടെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. നിലയും കാവ്യൊന്നും ഞെട്ടി. ആ നിമിഷം തന്നെ സ്ത്രീക്ക് നേരെ പാഞ്ഞു വന്ന് കാലി ശ്രീയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു അയാൾ. അയ്യോ വേണം വിട! കാവ്യ നിലയും കാലിയുടെ കൈകളെ പിടിച്ചു മാറ്റാൻ നോക്കി. ഇരുവരും അയാൾ അടിക്കാനും വലിക്കാനൊക്കെ തുടങ്ങി. സ്ത്രീക്ക് ശ്വാസം നിലക്കും പോലെ തോന്നി. കാവ്യ കാലിയുടെ വലത് കൈയിൽ കടിച്ചു. കാലി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുറന്ന ഒരു ചിരിയോടെ കാവ്യയെ നോക്കി. ഈ സമയം തള്ളുവിരലും ചൂണ്ടുവിരലും നാവിനടിയിൽ വെച്ച് നീട്ടി ഒരു വിസിലടിച്ചു മുകുന്ദൻ. കുറ്റിക്കാടിൽ മറിഞ്ഞിരിക്കുന്ന 4 പുരുഷന്മാർ പുറത്തേക്ക് ചാടി. കൊള്ളാം, ആത്മാർത്ഥതയുള്ള കൂട്ടുകാർ. രണ്ടുപേരെ വിളിച്ചപ്പോൾ 4 ഗുണ്ടകൾ വന്നു. മുകുന്ദൻ അവർക്ക് നേരെ കണ്ണു കാണിച്ചു. മായയും ലാവണിയും കൽപ്പനയുടെ പുറകിൽ പതുങ്ങി. മായയ്ക്ക് ഇത് പുതിയ കാഴ്ചയാണ്. ഒരു നിമിഷം കൊണ്ട് അവിടെ മാകെ ഭയം നിറഞ്ഞ അന്തരീക്ഷമായി മാറി. നിലത്തായി കിടന്ന ഒരു മരക്കഷ്ണം കയ്യിലെടുത്ത് നീലാംബരി കാലിയുടെ തലയിൽ ആഞ്ഞടിച്ചു. അവൾ ചിതലരിച്ച ആ വിറകഷ്ണം കാലിയുടെ തലയിൽ തട്ടി ഭസ്മം പോലെ പൊടിഞ്ഞുപോയി. ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സ്ത്രീയുടെ കഴുത്തിലെ പിടിവിട്ട് കാലി നിലയുടെ നേരെ നടന്നെടുത്തു. ആളൊരു പിടപ്പോടെ പുറകിലേക്ക് നടന്നു. സ്ത്രീ ശ്വാസം വലിച്ചെടുത്ത് ചുമച്ചുപോയി. കാവ്യ അവരുടെ ഷോളിൽ കൈവച്ച് അവരെ സമാധാനിപ്പിച്ചു. കാലിയുടെ പിടി നിലയുടെ ഇടത് കൈപ്പത്തിക്ക് താഴെയായി മുറുകി. എല്ലുപൊടിയുന്ന വേദനയിൽ അവൾ പിടഞ്ഞുപോയി. വിട്ട്! അവളെ അവളുടെ കയ്യിൽ കിടന്ന് കുതിറി. കാലി അവളെയും വലിച്ചെടുത്ത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. നില! കാവ്യയും ശ്രീയും പുറകെ ഓടി. അതിനിടയിൽ ഒരു കാഴ്ചക്കാരനായി നിന്ന ശശിധരനെ നോക്കി ശ്രീ പറഞ്ഞു, ദോ താനാ കുട്ടിയുടെ അങ്കിളല്ലേ, ഇങ്ങനെ നോക്കിക്കാൻ നാണാവുന്നില്ലേ? ഓ ശരിയാണല്ലോ, തനിക്ക് അഭിനയിക്കാനുള്ള സമയമായല്ലോ. ശശിധരൻ അപ്പോഴാണ് അത് ഓർത്ത്. അവിടെ തന്നെ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അയ്യോ അവളെ കൊണ്ടുപോലെ കൊച്ചമ്പൂരി, അന്ന് മുടങ്ങിയ ആ പൂജ നമുക്ക് തറവാട്ടിൽ നടത്താം. അതിനു വേണ്ടി അവളെ കൊണ്ടുപോകല്ലേ? പൂജ നടത്താൻ വേണ്ടി മാത്രം നിങ്ങൾ അവളെ കൊണ്ടുപോകുന്നത് എനിക്കറിയാം. എന്റെ മോന്റെ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോയല്ലോ. ദത്തൻ അപ്പോഴും ശശിധരനെ തുറിച്ചു നോക്കി നിന്നു. എല്ലാം ഒരു അഭിനയമാണെന്ന് അയാൾക്ക് മനസ്സിലായി. കാളിയുടെ മുന്നിൽ മുകുന്ദനും ഗുണ്ടകളും തടസ്സം പറഞ്ഞ് കയറി നിന്നു. വിടാവളെ പോകുന്ന പറയുമ്പോൾ കാളിയൊന്ന് ചിരിച്ചു. ഞാൻ വിട്ടാ നിനക്ക് ഇവളെ കേട്ടാം അല്ലേ? അതേടാ കേട്ടാ തന്നെയാ, പിടിക്കടാവെ! മുകുന്ദൻ ഗുണ്ടകളെ നോക്കി അലറി. രണ്ടുപേർ കാലിയെ പിടിച്ചു, രണ്ടുപേർ നീലാംബരിയെയും. മുകുന്ദൻ താലി കയ്യിൽ പിടിച്ചുയർത്തിയ നിമിഷം കാലിയുടെ മല്ലന്മാർ ഓടി വന്നു. പിന്നെ അവിടെ ഒരു കൂട്ടത്തല്ലായിരുന്നു. കാലി മാത്രം മാറിയുന്നു അവസരം കാത്ത്. നില! നില! ആരുടെയൊക്കെ പിടിയിൽ നിന്നും പിടിവിട്ടുപോയ നിലയെ ശ്രീ ഉറക്കെ വിളിച്ചു. നില ശ്രീക്കടുത്തേക്ക് ഓടി. 6-3 പേരും കാറിനടുത്തേക്ക് പാഞ്ഞു. പിടിക്കടാവെ! മുകുന്ദൻ നിലയെ നോക്കി അലറിക്കൊണ്ട് പറയുമ്പോൾ അവന്റെ ഗുണ്ടകൾ നിലയുടെയും കാവ്യയുടെയും ശ്രീയുടെയും പുറകെ ഓടി. ഒപ്പം കാവ്യയുടെ തടിമാരന്മാരും അവർക്ക് പുറകെ ഓടി. ശ്രീ മാം, കാവ്യ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ? എനിക്ക് പറ്റുന്നില്ല. അല്പദൂരം ഓടിയപ്പോഴേ നിലക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉടുത്തിരുന്ന മുണ്ടു നേരിയതും അവളുടെ കാലിൽ പലപ്പോഴായി പിണഞ്ഞു കയറി തടസ്സം സൃഷ്ടിച്ചു. മോളെ നില പ്ലീസ് ടാ, കാറ് താഴെ കിടക്കുക, നമുക്ക് വേഗം അവിടേക്ക് പോവാം. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മൾ 3 പെണ്ണുങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പെട്ടെന്നാണ് ഒരു വെടിപൊട്ടിയത്. എല്ലാവരും നിന്നു. ശ്രീനിലയെയും കാവ്യയും പിടിച്ചു നിർത്തി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. കാലകേയൻ ആകാശത്തേക്ക് വെടിവെച്ചതാണ് ആ ശബ്ദം. വെടിവെച്ച കേട്ട് കുന്നിൻ മുകളിലെ മരത്തിൽ കൂടുകൂട്ടിയ പക്ഷികൾ ഉറക്കെ ചിലച്ചുകൊണ്ട് പരക്കം പാഞ്ഞു. അയാൾ ഒരു ചിരിയോടെ അവർക്ക് നേരെ തോക്കി ഊണ്ടി. മുകുന്ദനും കൂട്ടരും ഒരു വശത്തേക്ക് മാറി. കാലി നിലക്കടുത്തേക്ക് നടന്നു വന്നു. പിടിച്ചു വലിച്ചു വണ്ടി കയറിടവളെ! കാലി അലറി. കാവ്യയും ശ്രീയെയും ആ കാട്ടാളന്മാർ പിടിച്ചു വെച്ചു. വിട്ട്, ഞങ്ങളെ വിട്ട്! കാവ്യ കരഞ്ഞു. പ്ലീസ് അവളെ ഒന്നും ചെയ്യരുത്. പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം, പ്ലീസ്. ശ്രീ കാലിയോട് അപേക്ഷിച്ചു. പണമോ? പണം വേണ്ട. ഇവളെ കൊണ്ടുപോയിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ നിന്നെയും കൊണ്ടുപോവാ. വരാമോ കൂടെ? ശ്രീ മുകുന്ദനെ നേരെ നോക്കി. നാണമില്ലടാ നിനക്ക്? നീ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയല്ലേ ഇവള്? നട്ടിലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി കെട്ടിവെച്ച് നടക്കുന്ന നായെ നിന്ന് കുരക്കാൻ മാത്രമേ നിനക്ക് അറിയുള്ളൂ. ഒരു പുരുഷനെ അവന്റെ കരുത്ത് കാട്ടേണ്ടി ഇതുപോലെ പെണ്ണിനെ തുണിരിയാ മാത്രല്ലടാ, അവളുടെ ഒപ്പം നിന്ന് ആ കരുത്ത് അവൾക്ക് പകുത്തു കൊടുക്കണം. മുകുന്ദനൊന്ന് അലറി, അത്രയേ ഉള്ളൂ. തോക്കിന്റെ മുമ്പിൽ നിന്ന് മുകുന്ദൻ എന്ത് ചട്ടമ്പി. പക്ഷേ ശ്രീക്ക് മറുപടി കൊടുത്തത് കാലിയാണ്. എന്നിട്ട് നിനക്ക് കിട്ടിയോടിയാ കരുത്ത് ഉണ്ടെങ്കിൽ അത് വെച്ച് നീ രക്ഷിച്ച് കാണിക്കോളെ. പെണ്ണുങ്ങൾക്ക് കൊരക്കാൻ മാത്രമേ അറിയൂ, നിന്നെ പോലെ. നിന്റെ ഈ തുക്കട ലോകോസ്റ്റ് തോക്കിന് മുമ്പിൽ ഡോക്ടർ ശ്രീപാർവതി പേടിച്ചു പോയിന്ന് കരുതിയോടാ. എന്റെ കരുത്ത് എന്താണെന്ന് കാണിക്കാൻ നീ എനിക്കൊരു അവസരം താ. അപ്പൊ നിനക്ക് മനസ്സിലാവും എനിക്ക് കൊരക്കാൻ മാത്രമല്ല വേണ്ടി വന്നാ. സ്ത്രീയെ പിടിച്ചിരുന്ന ഒരുത്തൻ അവരെ കൈനീട്ടി അടിച്ചു.
ഞങ്ങളുടെ കോച്ചമ്പുരുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കാറാടി നീ. വേണ്ട, ഒന്നും ചെയ്യില്ലേ മേ, ഇനി ഒന്നും പറയില്ലേ മേ, പ്ലീസ്. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ട, അവര് വീട്. പ്ലീസ്, ഞാൻ വരാം, എന്നെ കൊണ്ടുപോയിക്കോ. നില. കാവ്യ കരഞ്ഞു. നില, എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നത്? മിണ്ടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു കോൾ ചെയ്യാനുള്ള അവസരം താടാ. പെണ്ണുങ്ങളിങ്ങനെ പിടിച്ചോക്കാൻ മാത്രം ഭീരുവാണോ നീ? കോൾ ചെയ്താ പൊട്ടിയമുളൊക്കെ ആരടി വരാൻ പോകുന്നത്? അതോ നീ ഇവിടെ നിന്ന് പ്രസവിക്കോ? ആകാശത്ത് നിന്നും ഒരു മിന്നൽ പിണർ പെട്ടെന്ന് ഭൂമിയിലേക്ക് പതിച്ചു. ചെവി പൊട്ടുമാർ ഇടിയും മുഴങ്ങി. പെട്ടെന്നാണ് മൺപാതയിൽ പൊടി വറപ്പിച്ചുകൊണ്ടൊരു വണ്ടി ചീറിപ്പാഞ്ഞു മലകയറി വന്നു. അവർക്ക് നേരെ ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞു വരുന്ന ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ ഒക്ടാക്കാറിന് മുമ്പിൽ സംശയത്തോടെ കയറി നിന്നു കാലകയൻ. അതിന് തൊട്ടുപിറകിൽ തന്നെ മറ്റൊരു ഓഡി കാറും ഉണ്ടായിരുന്നു. സ്ത്രീയുടെ മനസ്സ് കുളിർന്നു. ആ നിമിഷം ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. മറ്റു വാഹനങ്ങളെയൊക്കെ മറികടന്ന് വീണ്ടും മുന്നോട്ട് കുതിച്ചു ആ കാർ. എല്ലാവരും കൂട്ടം കൂടി നിന്നിടത്ത് വലിയ ശബ്ദത്തോടെ ബ്രേക്കിട്ട് നിന്നു. എല്ലാവരും കാറിലേക്ക് ഉറ്റുനോക്കി. ലാൻഡ് റോവറൊന്ന് മുരണ്ടു. മൂന്നോട്ട് അവൻ കുസൃതി കാട്ടി കുതിച്ചു നിർത്തി. കാലി അറിയാതെ പുറകിലേക്കൊന്ന് ചാടിപ്പോയി. പുറകെ പാഞ്ഞു വന്ന ഓഡി കാർ കുറച്ചു ദൂരം മാറി പാർക്ക് ചെയ്തു. അതിൽ നിന്നും കറുത്ത വസ്ത്രധാരികളായ 4 ബോഡി ഗാർഡ്സ് പുറത്തേക്ക് ചാടി ഇറങ്ങി. ഓഡി കാറിനടുത്ത് തന്നെ കയ്യും കെട്ടി നോക്കി നിന്നു. അപ്പോഴും ഇരച്ചുകൊണ്ടിരുന്ന ലാൻഡ് റോവറും അതിലുള്ളവനെ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ടിരുന്നു. കാലികേൻ ഒരു സംശയത്തോടെ സ്ത്രീയെ ഒന്ന് ചൂഴ് നോക്കി. സ്ത്രീയുടെ മുഖത്ത് ആ പൂച്ചച്ചിരി അയാൾക്ക് മറുപടി നൽകി. കാലിയൊന്ന് ചിരിച്ചു. പുറകിൽ കയ്യും കെട്ടി അയാൾ സ്ത്രീക്കടുത്തേക്ക് നടന്നു വന്നു. അപ്പോ നിന്നെ കൊണ്ടുപോകാൻ വന്നവരാണ് അതിനുള്ളിലല്ലേ? പുറകിൽ കയ്യും കെട്ടി നിൽക്കുന്ന 4 പേരാരാ? പട്ടാളക്കാരാണോ? ഈ കാറിലിരിക്കുന്ന ബീരുക്കൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നതാവൂലേ? ഇങ്ങനെ 1000 പേര് വന്നാലും ഈ കാലിയുടെ രോമത്തിൽ തൊടാൻ കഴിയില്ല. ഈ കാലിയെ വെല്ലുവിളിച്ചിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാലും വിളിക്കല്ലാവരെയും. ഈ കാലകേനൊന്ന് കാണട്ടെ. കാലി തനിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് പറയുമ്പോൾ ശ്രീയും ഒന്ന് ചിരിച്ചു. ആ കാലിലിരിക്കുന്നവർ എന്റെ മുമ്പിൽ നിന്ന് കുരക്കുന്ന കാലിയുടെ, അതായത് നിന്റെ കാലിനാ. നീ കുറച്ചു മുമ്പ് ചോദിച്ചില്ലേ ശ്രീ പാർവതിയുടെ കരുത്തിനെ പറ്റി? അതിനുള്ള മറുപടി ആ വണ്ടിയിലുണ്ട്. അതിലൊരെണ്ണം എന്റെ വയറ്റിൽ കുരുത്തവും മറ്റൊന്ന് എന്റെ ദേഹത്ത് കൂടി ഒഴുകുന്ന മൈ ബ്ലഡ്. ശ്രീ പറയുമ്പോൾ നിലയും കാവ്യൊന്ന് ഞെട്ടി. ദൈവമേ, ജാൻസാനും കിരണേട്ടനും. നില മനസ്സിലായി ഓർത്തു. അവന്മാർക്ക് വിയർപ്പിന്റെ അസുഖം കാണുമല്ലേ? അതല്ലേ കാവൽ നായകളെയും കൂട്ടി വന്നത്. അത് ആവശ്യത്തിന് നിന്റെ കൂടെ ഉണ്ടല്ലോ. എടാ കൊച്ചമ്പൂരി, നിന്നെ പോലെ കാവൽ നായ്ക്കളെയും പുറകിൽ നിർത്തി മുന്നിൽ നിന്ന് കുരക്കാൻ അവർക്ക് അറിയില്ല. എന്റെ പിള്ളേർക്ക് കുരുത്തക്കേട് അല്പം കൂടുതലാ. അതുകൊണ്ട് ആ നിൽക്കുന്ന കാവൽ ബോഡി ഗാർഡ്സ് അവരവരുടെ തന്ത് ഏർപ്പാടാക്കിയതാ. നിന്നെ പോലെയുള്ള ബീരുക്കളുടെ കണ്ണീറിട്ടാതിരിക്കാൻ. എന്റെ ചെക്കന്മാർക്ക് അതൊന്നും തീരെ പിടിക്കില്ല. അതുകൊണ്ടാ ആ പാവങ്ങൾ ദൂരെ ഒരു ഓരം ചേർന്ന് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്. കാളിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇവൾ ഇത്രയും കിടന്ന് കുറച്ചിട്ട് ആരുമായി നോക്കിക്കൂടാ? മുന്നിൽ ഇരച്ച് തുമിക്കുന്ന കാറും പുറകിൽ പ്രത്യക്ഷപ്പെട്ട ബോഡി ഗാർഡ്സിനെ കണ്ട് വായും തുറന്ന് മാറി നിൽക്കായിരുന്നു തടിയന്മാർ. കാലി പറയുമ്പോൾ ശ്രീയുടെയും കാവ്യയുടെയും ഇരുകൈകളിൽ അവന്മാർ വീണ്ടും പിടുത്തമിട്ടു. ഇതേ സമയം പുറകിൽ മറ്റൊരു നാടകരങ്ങേറി. മുകുന്ദൻ നിലയുടെ കൈത്തണ്ടിൽ പിടിച്ചു വലിച്ച് അവന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തി. ഇങ്ങോട്ട് വാടി. ആരുടെ വായി നോക്കിക്കോടെ നീ? അവള് കണ്ണീ കണ്ടമാരുടെ പുറകെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. എങ്ങോട്ടാണ് നീ ഓടിയത്? അതിനുള്ള ധൈര്യം കൊണ്ടോടി നിനക്ക്? ആര് വന്നാലും എല്ലാത്തിനും അടിച്ച് നിരത്തിക്കണം കേടലോ? നിലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ ഗുണ്ടുകളോടായി മുകുന്ദൻ പറഞ്ഞു. വിട്, എന്റെ കൈ വിട്, മുകുന്ദൻ എനിക്ക് വേദനിക്കുന്നു. പുറകിൽ സിനിമ കാണുമ്പോൾ നോക്കി നിൽക്കുകയാണ് ദത്തനും ശശിധരനും കൽപ്പനയും മായയും ലാവണ്യയും ഒക്കെ. മുകുന്ദൻ നിലയെ അവരുടെ അടുത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. അവർക്കൊപ്പം നിന്നു. ഞങ്ങളെല്ലാം ഒറ്റ കിട്ടിയെന്ന പോലെ. എന്താണ് ഇവിടെ നടക്കുന്നത്? ആരൊക്കെ ഇവിടെ വന്ന് അടിപിടി കൂടിയതൊക്കെ? ആ വല്യമ്പൂരിയുടെ ആളുകൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്ന്? ഇപ്പൊ ആ കാറുകൾ വന്നവരാരാ? ദത്തിനൊരു പിടപ്പോടെ മുകുന്ദനോട് ചോദിച്ചു. ഇപ്പൊ വന്ന് ആ പെണ്ണുങ്ങൾ വിളിച്ചു വരുത്തിയ കൊട്ടേഷനാ. നമുക്കെന്താ എല്ലാ അടി കൂടി ചാവട്ടെ. പിന്നെ ആ നമ്പൂതിരിയുടെ ആൾക്കാർ മിക്കവാറും അന്നത്തെ പൂജ മുടങ്ങിയതിന് പകരം വീട്ടാൻ വന്നാവും. അച്ഛനേതാണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഇവളെ വെച്ച് അയാൾ ഇനി പൂജ ഉണ്ടാക്കണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീയല്ലേ എറണാകുളത്ത് നിന്ന് അവളുമാരെ വിളിച്ചു വരുത്തിയത്? നിന്റെ ചാവി മുകുന്ദന്റെ കൈ കൊണ്ടാ. തറവാട്ടിലേക്ക് വാ നീ. നിലയുടെ കയ്യിൽ മുകുന്ദന്റെ ഉരുക്കുകാരൻ മുറുകി. ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. അവർ സ്വയം വന്ന അവർ തിരികെ പോയിക്കോളും. നില കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൽപ്പന ദേഷ്യത്തോടെ അവളുടെ മുടിക്കുതിൽ പിടിച്ചു വലിച്ചു. ചന്തീന്ന് വാങ്ങി 2 മോതിരം കാട്ടി ഞങ്ങളെ പാട്ടിലാക്കാൻ നോക്കിയല്ലേടി. ഇനി ഇവിടുത്തെ ഒരു അടി അനങ്ങരുത് നീ. ഇവിടെ നിന്നോണം. ഞങ്ങൾ അതിന്റെ കുടുംബക്കാര്. അല്ലാതെ ഇവിടുന്ന് വന്ന അവളുമാരല്ല. അവൾ ഓടിപ്പോകാൻ നോക്കിയിരിക്കുന്നു. അത് അവളുമാരുടെ കൂടെ ഒരു ചീമേട. കൽപ്പന ആട്ടി. ഞാൻ അവിടെ കൂടെ ഓടിയതല്ല. ആ
ദുഷ്ടൻ നമ്പൂതിരി എന്നെ നിർത്തടി. അവളെ ചീമാനത്തെ രക്ഷിക്കാൻ ആ തന്റെ മുമ്പിൽ നെഞ്ചും വിരിച്ച് കയറിന്നിട്ട് ഇപ്പൊ ദുഷ്ടനമ്പൂരി അവളെ ഉണ്ടാക്കാൻ വന്ന് പോലും ആണുങ്ങളെ ചൊടിപ്പിക്കാൻ പോയ എങ്ങനെ ഇരിക്കും? ഞങ്ങളൊരു മൂലയിൽ മിണ്ടാന്ന് നീ കണ്ടില്ലേ? നോക്ക്, ഈ മായ ലാവണി അടങ്ങി ഒതുങ്ങി ഒരിടത്ത് നിന്ന് നിന്നെ പോലെ ചോരി നീരുള്ളവർ തന്നെ അവരും. ഓ, നിനക്ക് തൊലി വെളുപ്പ് കൂടിപ്പോയല്ലോ. കൽപ്പന അവളുടെ മുടിക്കുത്തിൽ പിടിമുറുക്കിക്കൊണ്ടാണ് പറയുന്നത്. വേദന കൊണ്ട് അവൾ പിടഞ്ഞു. ഒപ്പം നെഞ്ചു പൊട്ടുന്ന സങ്കടവും തോന്നി അവൾക്ക്. ശശിധരന്റെ കൈയും കാലും വിറച്ചു. എല്ലാം വീണ്ടും കുളമായി. വല്യമ്പൂരിങ്ങാൻ അറിഞ്ഞാൽ ഇനിയൊരു അവസരം തനിക്കില്ലെന്ന് ശശിധരൻ അറിയാം. ആരും വലിയെന്ന് ഉറപ്പെടുത്ത് താൻ വിളിച്ചു വരുത്തിയതാണ് കാലിയെ. ഇപ്പൊ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് ഇവിടെ. നീലാംബരിയെ വിട്ടുകൊടുക്കുന്നതിന് അവർ തരാമെന്ന് പറഞ്ഞ 3 ലക്ഷത്തിൽ നിന്നും അഡ്വാൻസ് തുകയായി 1 ലക്ഷം അനിരുദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. ശശിധരൻ തലയിൽ കൈയും വെച്ച് മരത്തിൽ ചാരി നിന്നുപോയി. ഈ സമയത്താണ് കാളിയുടെ ആജ്ഞയേട്ട തടിയന്മാർ ശ്രീയുടെ കയ്യിൽ പിടിക്കുന്നു. അവരെ തടയാൻ നോക്കിയ കാവ്യയുടെ കയ്യിൽ മറ്റു 2 പേർ പിടിക്കുന്നു. നീയൊക്കെ ആരെയാളാ പിടിക്കുന്നത്? മറ്റുള്ളവിടെ ആ നീലാംബരി കാലി അലറി. പെട്ടെന്നാണ് ലാൻഡ് റോവറിന്റെ കോ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് അതിൽ നിന്നും കിരൺ പുറത്തേക്ക് വന്നു. കയ്യിലിരുന്ന ഫോൺ പോക്കറ്റിലിട്ട് വളരെ സീരിയസ് ആയി അവൻ നടന്നു വന്നു. ഒരു ബ്ലൂ ഷർട്ടും വൈറ്റ് പാന്റുമായിരുന്നു അവന്റെ വേഷം. ഈശ്വര, കിരണേട്ടൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.